ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം മാത്രം. കാരണം ഞാനിതിലൊരു സാധനം കാണിച്ചു തരാൻ പോവാ കേട്ടോ. എന്താണെന്നറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാനൊരു ഗുഡ് ഡേ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട്. ഇപ്പം സമയം 7 മണിയായി. കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ച് കുറച്ച് മാവ് ഇരിപ്പുണ്ടായിരുന്നു, ദോശമാവ്. ആദ്യം തന്നെ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. തക്കാളി, ഉള്ളി, വെളുത്തുള്ളി ഇവയെല്ലാം അരിഞ്ഞ് അങ്ങോട്ട് മാറ്റി വെക്കുക. അത് ചൂടാകുമ്പോഴത്തേക്കും കറിവേപ്പിലയും ഉഴുന്നും തക്കാളി, ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം അതിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് പച്ചമണക്ക് പോകുമ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി മൂപ്പിച്ച് അതങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങിയാലോ. അപ്പോൾ അതേ ദോശക്കല്ല് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ ഒരു കയ്യിൽ ദോശമാവ് ഒഴിച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തപ്പോൾ അതിൻ്റെ കോലം കണ്ടില്ലേ നിങ്ങൾ? അയ്യേ, എനിക്ക് ദോശ പരത്താൻ അറിയില്ല. അപ്പോൾ അതേ നമ്മുടെ ചട്നിയൊക്കെ നന്നായി അരച്ചെടുത്തു. കുറച്ച് വെള്ളം കുറച്ച് ഉപ്പും ചേർത്തിട്ടാട്ടോ ഇങ്ങനെ അരച്ചെടുത്തത്. നല്ല അടിപൊളി ടേസ്റ്റാണ്, കട്ട ചട്നിയാണ്. പിന്നെ ഇതിൽ കടുകും ഇതൊന്നും താളിച്ചിടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ആദ്യമേ അത് വാട്ടിയായിരുന്നല്ലോ. അങ്ങനെ ദേ ഒരു ദോശയൊക്കെ എടുത്ത് ഞാൻ അങ്ങോട്ട് വായിലോട്ട് വെച്ചു ഗൈസ്. എന്താ പറയുക, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു ചട്നി നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടുക്കത്തെ നഷ്ടം തന്നെയാവും കേട്ടോ. വീഡിയോന്റെ തുടക്കത്തിൽ ഞാനൊരു സാധനം കാണിച്ചു തരാമെന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ സാധനം ദേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, നല്ല അടിപൊളി ദോശയും ചമ്മന്തിയും പിന്നെ ഞാൻ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുതേ. അപ്പോൾ ടാറ്റാ.